നിൽക്കുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നു എന്ത്? അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതിനപ്പുറം പറയാൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് സാധിച്ചില്ല. ഖനഖതുൽ അബ്റാത്ത് വഹ്തബസ സൗതുഹു ഫീ ഹൽഖിഹി. അദ്ദേഹത്തിന്റെ വാക്കുകൾ തൊണ്ടയിലൊടുക്കി പോയി. അദ്ദേഹം പൊട്ടി പൊട്ടി കരഞ്ഞുപോയി. വാജിഹസൽ മുസ്ലിമൂന ഫിൽ ബുക്കാ. ആ വാങ്ക് കേട്ട വിശ്വാസികളായ മുസ്ലിങ്ങളായ ആളുകൾ എല്ലാവരും ഒന്നിച്ച് കരയിലായി, കൂട്ടക്കരച്ചിലായി. സഹാബത്ത് മുഴുവൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ബാങ്ക് കൊടുക്കാൻ പോലും സാധിച്ചില്ല. ഇതാ പിറ്റേ ദിവസം ബിലാൽ ബാങ്ക് കൊടുത്തില്ല. അതിന്റെ പിറ്റേ ദിവസവും ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കുന്നില്ല. മൂന്നാമത്തെ ദിവസമായി മൂന്നാമത്തെ ദിവസം വീണ്ടും ഇതാ എഴുന്നേറ്റ് നിന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു فكان كلما وصل الى قوله اشهد ان محمد رسول الله بكى وابكى. റസൂലുള്ളാഹി വഫാത്തായി 3 ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസവും ബാങ്ക് കൊടുക്കാൻ എണീറ്റ് നിൽക്കുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു ഇദാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ബിലാൽ റളിയല്ലാഹു അൻഹു അവിടെ എത്തുമ്പോ അദ്ദേഹം പൊട്ടി 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 കരയുമായിരുന്നു. അത് കേൾക്കുന്ന ആളുകളും കരയുമായിരുന്നു. അദ്ദേഹത്തിന് പിന്നെ ബാങ്ക് കൊടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ആർക്ക്? ബിലാൽ റളിയല്ലാഹു അൻഹുവിന്. ഇതാ അവസാനം കാലം കുറച്ച് കഴിഞ്ഞുപോയി. റസൂലുള്ളാഹി വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടമായപ്പോ ഷാമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയോട് അനുവാദം ചോദിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അനുവാദം ചോദിച്ചു. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനുവദിച്ചില്ല. റസൂലുള്ളാഹിന്റെ കാലത്തെ ബാങ്കിയാണ് നീ, അതുകൊണ്ട് ബാങ്ക് കൊടുക്കാൻ ഇവിടെ നിൽക്കണം കേട്ടോ, ബാങ്ക് കൊടുക്കാൻ നീ തയ്യാറാകണം കേട്ടോ, നിന്നെ ഷാമിലേക്ക് പോകാൻ അനുവദിക്കില്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ വീണ്ടും ഇതാ ബിലാൽ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, ഇൻ കുന്തുസ്തറൈതനി ലിനഫ്സിക ഫഅംസിക്നി. ഏ അബൂബക്കറെ, എന്നെ നീ രക്ഷപ്പെടുത്തിയല്ലോ. ഉമയ്യത്തിന്റെ കിങ്കരന്മാർ, ആ കിങ്കരന്മാർ ഫതഹിന്റെ താഴ്വരയിൽ തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ എന്നെ ഞാൻ പ്രഹരിക്കുമ്പോ അവിടെ വന്നുകൊണ്ട് എന്റെ കൈപിടിച്ചുകൊണ്ട് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചവനാണ് താങ്കൾ. എന്നെ എന്ന് താങ്കൾ മോചിപ്പിച്ചത് താങ്കൾക്ക് വേണ്ടിയാണെങ്കിൽ ഫംസിക്കിനെ എന്നെ പിടിച്ചു വെച്ചോ, താങ്കളുടെ കൽപ്പന കേട്ട് ഞാൻ ഇവിടെ നിന്നുകൊള്ളാം. നേരെ മറിച്ച് അള്ളക്ക് വേണ്ടിയാണ്, പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടിയാണ് അന്ന് താങ്കൾ എന്നെ മോചിപ്പിച്ചതെങ്കിൽ വിട്ടേക്ക്, എന്നെ എന്റെ പാട്ടിന് വിട്ടേക്ക്. ഫഖാല അബൂബക്കർ, ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി മസ്തറൈതുക ഇല്ലാ ലില്ലാഹ്. ബിലാലെ, നീ തെറ്റിദ്ധരിക്കണ്ട, അള്ളക്ക് വേണ്ടിയാണ് ഞാൻ നിന്നെ മോചിപ്പിച്ചത്, ഞാൻ നിന്നെ വിലക്ക് വാങ്ങിയത്, നിന്നെ സ്വതന്ത്രനാക്കി വിട്ടത്. വമാ അഅതഖതുക ഇല്ലാ ഫീ സബീലിഹി. അല്ലാഹുവിന്റെ മാർഗത്തിൽ തീർച്ചയായും നിന്നെ ഞാൻ മോചിതനാക്കി വിട്ടിരിക്കുകയാണ്. ആ സമയത്തും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഇന്നി ലാ ഉഅദ്ദിറു ലിഅഹദിൻ ബഅദ റസൂലില്ലാഹ്. ഇന്നി ലാ ഉഅദ്ദിറു ബഅദ റസൂലില്ലാഹ്. ഇന്നി ലാ ഉഅദ്ദിറു ലിഅഹദിൻ ബഅദ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന് ശേഷം, പ്രവാചകന്റെ മരണത്തിനു ശേഷം ഒരാൾക്ക് വേണ്ടിയും ബാങ്ക് കൊടുക്കാൻ ഈ ബിലാലിന് കഴിയില്ല കേട്ടോ. മുയിലാര് പറയാ, റസൂലുള്ളാഹി മരിച്ചാ ദുഃഖിക്കണ്ട, എവിടുന്നാ പഠിച്ചത്? എന്നിട്ട് ഹുബ്ബുർ റസൂലാണ് പോലും. ഇതാണ് ഹുബ്ബുർ റസൂൽ എന്ന് പറയും. അവർക്ക് ആഘോഷിക്കണം, സന്തോഷിക്കണം, സംഘടനയുടെ പെരുപ്പം കാണിക്കണം, അല്ലേ? എന്നിട്ട് അതുവഴി എന്തൊക്കെ ഉണ്ടാക്കാം, അതൊക്കെ ഉണ്ടാക്കണം. അതിനു വേണ്ടിട്ട് എന്തെടുക്കുക? റസൂലുള്ളാഹി മരിച്ചത് നന്നായി, നമ്മക്ക് വഴിപാട് ഉഷാറാക്കണം. ഈ ദുർവാശി അത് ഒഴിവാക്കാനാ പറഞ്ഞത്, അല്ലേ? മാത്രല്ല മൗലിദ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും വിചാരിച്ചത് മദ്ഹാണ്, പുകഴ്ത്തലാണ്. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം ഉടനെടുത്ത കാലഘട്ടം മുതൽ വളരെ ശക്തമായി ബോധ്യപ്പെടുത്തി എന്തെല്ലാം? റസൂലുള്ളാഹിന്റെ പേരിൽ കളവ്, പ്രവാചകന്റെ പേരിൽ കളവ്, അല്ലേ?
റസൂലുള്ളാഹിയെ കളനാക്കുന്ന പരാമർശങ്ങൾ ഇല്ലേ മൗലിദിന്? മുജാഹിദിൽ ചോദിച്ചു, വിശദീകരിച്ചു അല്ലേ? എത്രത്തോളം നിങ്ങൾക്കറിയോ? ഡെൻമാർക്കിന്റെ തെരുവോരങ്ങളിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാർട്ടൂൺ വരച്ചുകൊണ്ട് പ്രവാചകനെ ആക്ഷേപിച്ചവരുണ്ട്. കേരളത്തിൽ പ്രവാചകന്റെ പേരിൽ മൗലിദ് എഴുതി പ്രവാചകനെ ആക്ഷേപിച്ചവരുണ്ട്. എന്നാൽ ഒരു സ്റ്റേജ് കിട്ടി അപ്പൊ എന്താ പറയുന്നത് അറിയോ? മുജാഹിദുകൾ നബി സാധാരണക്കാരാണെന്ന് പറഞ്ഞ ആൾക്കാരാണ്, നബിയിൽ വിശ്വസിക്കാത്ത ആൾക്കാരാണ്, നബിയിൽ വിശ്വാസമില്ലാത്തവരാണ്, അതുകൊണ്ട് മുജാഹിദിനെ കണ്ടാൽ സലാം ചെല്ലാൻ പാടില്ലാത്തതാണ്. ഉണ്ടോ? നിങ്ങൾ ആലോചിക്കണം, മൗലിദിലൂടെ റസൂലുള്ളാഹിയെ ആക്ഷേപിച്ചു അല്ലേ? എവിടെയാ സിദ്ദീഖ് മൗലിദ്? സിദ്ദീഖ് മൗലിദിന് റസൂലുള്ളാഹിയുടെ നായിൽ നിന്ന് കളവ് വരും, പ്രവാചകന്റെ നാവിൽ നിന്ന് കളവ് വരുമെന്ന് എഴുതി വെച്ചു അല്ലേ? ഞാൻ കാണിച്ചരാ, മുസ്ലിയാക്കന്മാരുടെ കോപ്രായിത്തരം കാണിച്ചരാ വിഷയം. എന്താണെന്നറിയോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ ഒരു സംഭവം അതിനെപ്പറ്റി സിദ്ദീഖ് മൗലിദിൽ പറയാം. പ്രവാചകന്റെ കാലഘട്ടത്തിൽ അന്നഹു ജാത്തിംറത്തും മിനൽ അൻസാരി, അൻസാറുകളിൽപ്പെട്ടൊരു പെണ്ണ് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഓടി. ഫഖാലത്ത്, എന്നിട്ട് അവര് പറഞ്ഞു, യാ റസൂലല്ലാഹ്,